ഈ തൊഴിലുറപ്പ് ബില്ല് ഏകപക്ഷീയമായിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം രാത്രി പാസ്സാക്കി എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം രാഷ്ട്രപതിയുടെ ഒപ്പിടുന്നതോട് കൂടി അതൊരു പുതിയ നിയമമായി വരും. എങ്ങനെയാണ് പ്രതിപക്ഷത്തിനെ കാണുന്നത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല. ഇത്രയും വ്യാപകമായ പ്രത്യാഘാതമുള്ള ഒരു ബില്ല് തിരക്ക് പിടിച്ച് അർദ്ധരാത്രിയിൽ പാസ്സാക്കുക എന്നത് വലിയൊരു കളങ്കമായി ഭവിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പറഞ്ഞു, ഈ ബില്ല് ഒരു 2 ആഴ്ചത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടും സെലക്ട് കമ്മിറ്റിക്ക് അയക്കുക. ജനുവരി 15 ഈ ബില്ല് തിരിച്ച് സെലക്ട് കമ്മിറ്റി പാർലമെൻറ്റിലേക്ക് അയക്കട്ടെ. ബജറ്റ് സമ്മേളനത്തിന് 1 മാസം മാത്രമേ ഉള്ളൂ. ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് നിങ്ങൾക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതുപോലും കേൾക്കാതെ തിരക്ക് പിടിച്ച് രാത്രിയിൽ തന്നെ രായ്ക്ക് രാമാനം ഭരണകക്ഷി അംഗങ്ങൾ പോലും ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ എന്തൊക്കെയോ വാരി വലിച്ച് ഒരു പ്രതികരണം നടത്തി മന്ത്രി ഈ ബില്ല് വോട്ടിനിടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. 22-ാം തീയതി ഇടതുപക്ഷ കക്ഷികൾ രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല, ഡൽഹി പോലീസിന് ഇന്ന് ജന്തർ മന്ദറിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ കത്ത് കൊടുത്തിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള അക്കാഡമിക് പണ്ഡിതന്മാർ, ഈ ബില്ലിന് പിന്നിൽ പ്രവർത്തിച്ച ജീൻ ഡ്രസ്സെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഇവർക്കെല്ലാം ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹി പോലീസിനെ സമീപിച്ചത്. പക്ഷേ അവരത് തള്ളിയിരിക്കുകയാണ്. 25 കോടിയോളം വരുന്ന ജനങ്ങളെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 10 കോടി മേലെ ആൾക്കാരുണ്ട്. ഗ്രാമീണ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് UPA 1 ഇടതുപക്ഷത്തിൻ്റെ കൂടി പ്രേരണയോടുകൂടി ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അന്ന് 5 സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നു. 1 തൊഴിലുറപ്പ്, 2 വിവരാവകാശം, 3 ആദിവാസി ഭൂമി അവകാശം, 4 ഭക്ഷ്യസുരക്ഷ, 5 വിദ്യാഭ്യാസം എന്ന അവകാശം. ഈ 5 സുപ്രധാന ഏടുകളും ഒന്നൊന്നായി കടപുഴകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ചുമലിൽ 40% അധിക ഭാരം. അതിനർത്ഥം 50,000 കോടി രൂപയുടെ ഇമ്പാക്റ്റാണ് സംസ്ഥാനങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. കേരളത്തിന് മാത്രം 2,000 കോടി രൂപ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. 5,000 കോടി രൂപ ഒരു വർഷം കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നത് ഇല്ലാതാകുമ്പോൾ അതുണ്ടാക്കാവുന്ന സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിലിനി പാർലമെന്റിന്റെ പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ CPM-ഓ ഇന്ത്യ സഖ്യമോ ആലോചിക്കുന്നുണ്ടോ? ഈ നിയമ നടപടികൾക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത? നിയമ നടപടിയിലേക്ക് പോകുന്ന കാര്യം ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ അലയൻസിലെ പാർട്ടികൾ സംയുക്തമായിട്ടും അല്ലാതെയും വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ കക്ഷികൾ 2 ദിവസത്തിനുള്ളിൽ ദേശവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുകയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു ബില്ല്, ഈ പ്രധാനപ്പെട്ട ജീറാം എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ 2ാമത് വധിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും റാം എന്നുള്ള പേര് വച്ചിട്ട് ഗാന്ധിയുടെ വധം നടപ്പിലാക്കാനേ പാടില്ല. താൻ അവസാന ശ്വാസം വലിക്കുമ്പോൾ പോലും ഉച്ചരിച്ച ഒരു പദമാണ് റാം എന്ന് പറയുന്നത്. എത്രത്തോളം ആഭാസകരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ സർക്കാർ കൈക്കൊണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ ബില്ലിനെതിരെ ശക്തമായിട്ട് പ്രക്ഷോഭമായിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും മുന്നോട്ട് പോകും. വരുന്ന ദിനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ വിഷയം ഈ പറയുന്ന റാം ബില്ലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.